കോൺഗ്രസ്സുകാർ എന്ത് സമരം നടത്തിയിട്ടും ഫലം കാണാത്തത് സമരത്തിനൊരു വ്യത്യസ്തതയും വെറൈറ്റിയും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് പൊതുവെ പരാതി. എന്നാൽ വെറൈറ്റി കൊണ്ടുവരേണ്ടത് യുവതലമുറയല്ലേ എന്നാണ് KC അബുവിനെ പോലുള്ള സീനിയർ നേതാക്കൾ ചോദിക്കുന്നത്. അതോടെ തൃശ്ശൂരിലെ യൂത്തന്മാർ അത് പ്രാവർത്തികമാക്കി കളഞ്ഞു. നരേന്ദ്രമോദി അവർ പോത്തിൻ പുറത്ത് കയറ്റിയിരുത്തി കാലമാടനാക്കി. വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്കും. മുത്തശ്ശനെ കയറ്റിണ്ട വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല് അൻപരുക്ക് അൻപനെ ആടുപട്ടെ വീടുടയായി സൂക്ഷിച്ച് ഇൻപമൊഴിയിലേതവാ എന്ത് തല്ലിപ്പുള്ളി പാട്ട്. മുത്തച്ഛനോടൊരു കാര്യം പറഞ്ഞേക്കാം, കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി. കല്യാണ വീടാണ്, തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. അയ്യോ ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് പാന്റ് പീഡിച്ചിട്ട് മുരിങ്ങക്കോലൊക്കെ ഈ പരുവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛൻ നിന്റെ മുതുകത്തിലിരിക്കണത്, അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമാദിത്യന് വേതാളം കൂടെ. എടാ നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ. സമരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം വളരെ സമാധാനപരമായ സമരമാണ്. പക്ഷേ ഇനിയും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ഭരണകർത്താക്കളെ, നിങ്ങളെ പാവം വേട്ടപ്പട്ടികളെ പോലെ ഇവരുടെ പൊതുജനം വേട്ടയാടും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും അതോടൊപ്പം പങ്കുചേരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരപരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാലാളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. അയാളും കൂടെ എവിടെ പോവാന്ന് പോയേ. വ്യത്യസ്തത വേണ്ടുവോളം വരുത്തിക്കോളൂ, അത് വലിയ നേതാക്കൾക്ക് കണ്ടുപഠിക്കാമല്ലോ. എന്നാൽ അതിനായി കെട്ടിവലിച്ചു കൊണ്ടുവരുന്ന മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് കൂടി കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ജഗതിയെ ഓർക്കുന്ന മോഹൻലാൽ.